വന്നല്ലോ. ഇന്നലെ നീ എവിടെ പോയി കിടക്കുവായിരുന്നടാ? പ്രതീക്ഷ മോനെ, നമ്മള് ബന്ധുക്കളും സ്വന്തക്കാരും അയൽക്കാരും ഒക്കെ കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഈ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുവന്ന് ചീത്തയാക്കുന്ന അത്ര നല്ലതിനല്ല കേട്ടോ. മോളൊന്നും പറയണ്ട. ഇവനെന്താ നാക്കില്ലേ? ഇവനെന്താ പറഞ്ഞാലേ? നിന്നോടല്ലോ ഞാൻ ചോദിക്കുന്നേ. ചെറുപ്പക്കാരി ഒരു തള്ള ഒറ്റയ്ക്കുന്നല്ലേ ഇവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആരോട് ഉത്തരവാദിത്തം പറയാമായിരുന്നടാ? ഇവനിപ്പോ സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. നാക്കങ്ങ് ഇറങ്ങിപ്പോയോ? ഡിസ്കോ രവീന്ദ്രന്റെ കൂട്ട് തലക്കൊരു കെട്ടും കെട്ടി നിൽക്കുന്നവനെ നീ എന്താ ഡാൻസ് കളിക്കാൻ പോയിട്ട് വന്നാണോടാ? ഇവരെന്തൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ്? നല്ല കുടുംബത്തിൽ കൊച്ചിന് പെണ്ണിനെ കിട്ടുന്നില്ലേ? അയ്യോ കീറല്ലേ അമ്മ, കീറല്ലേ, വായം കൊണ്ട് കീറല്ലേ. കല്യാണം വേണേ നാളെ നടത്താം. ഒന്ന് അനങ്ങാതി. ഇവനൊരു കുരുവും ഇല്ല. കണ്ട അവന്റെ കല്യാണം നാളെ നടത്താവുന്നു. തലക്ക് എന്താ പറ്റിയത്? വലിയ കുരുവൊന്നുമില്ല. അത് 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. ആണോ? എന്താ പറ്റിയത്? പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ഞാൻ ഒന്നേരെ പറഞ്ഞില്ല ഹോസ്പിറ്റലാണ് കിടന്നാ മതിയായിരുന്നു. ബില്ല് നിന്റെ കൊടുക്കൂ? ആർക്ക്? ആര് കൊടുക്കും? അല്ല ബില്ല് ഒന്നുമില്ല. ബില്ല് നിന്റെ? എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. പിന്നെ എക്സ്റേ വേണം, മരുന്ന് വേണം എന്നൊന്നും പറഞ്ഞോണ്ട് പെരക്കകത്തോട്ട് വന്ന് പൈസ ചോദിക്കരുത്. 5ന്റെ പൈസ ഞാൻ തരത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ എന്തിനാ മോനല്ലേ ആക്സിഡന്റ് വന്നത്? അമ്മയ്ക്ക് ഒരു വിഷമമില്ലേ? എന്താ നിനക്ക് സംശയമുണ്ടോ എന്റെ മോനാന്നോന്ന്? നിനക്ക് സംശയമുണ്ടോടാ? പ്രതീക്ഷ മോനെ എന്താ പറഞ്ഞേ? ഞാൻ പറയട്ടെ ആന്റി, അവനത് ഇമോഷണലി ഡൗൺ ആയപ്പോ പറഞ്ഞു പോയതാ. എന്നാ പിന്നെ ചെറുക്കിന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാനിപ്പോ ഇവനെ നോക്കി ഇവിടെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചെറുപ്പത്തിലെ ഞാൻ കല്യാണം കഴിച്ച് വേറെ 2-3 പിള്ളേരുമായിട്ട് സുഖമായിട്ട് ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. പന്നെയൊക്കെ നടക്കുന്ന ഇപ്പൊ ചോദിക്കുന്ന അവനെ എന്റെ മോനാന്നോന്ന്. മോനെ ഹോളിക്സ് ഇട്ടൊരു ചായ എടുക്കട്ടെ? എന്തേലും മതി. എന്നാ പിന്നെ കട്ടൻ ചായ എടുക്കാം. വാ. കൊഴപ്പില്ലടാ. ഹോസ്പിറ്റലിലൊക്കെ കൊറേ ആയോ? അത്യാവശ്യമായി. പക്ഷെ അതൊന്നും സീനില്ല. സീനുണ്ടെങ്കിലും എന്റെ തരാനൊന്നും ഇല്ല. അതുകൊണ്ടല്ലടാ കോപ്പ നിന്റെ അടുത്തൊന്നും പറയുന്നത് ഞാൻ. നീ എന്നെ അൻപണ്ട. നീ എന്റെ പൊന്നുഞ്ഞാരേ. എടാ മനു, സത്യം പറഞ്ഞ നിനക്ക് എന്നാടാ സംഭവിച്ചത്? അത് പിന്നെ എടാ അത് പിന്നെ ഒന്നുമില്ല. എന്തോ ഉണ്ട്. നീ എന്തോ പറയാൻ വന്നിട്ട് നീ വിഴുങ്ങിയതാ. ഒന്നുമില്ല. സത്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനാണൊന്നുമില്ല. മനു, നമ്മൾ യാതൊരു സീക്രട്സും ഇല്ലാത്തതാണ്. ചുമ്മാ എന്നെ ഒന്ന് ഒളിപ്പിക്കാൻ വെക്കരുത്. പറഞ്ഞേ. ഞാൻ പറയാം, പക്ഷെ നീ പോയി ചോദിക്കരുത്. എടാ ആരോട് ചോദിക്കരുതെന്ന്? സുരഭി എടുത്ത്. സുരഭി? എടാ എന്താടാ? എടാ അത് പിന്നെ ഞാൻ അന്ന് ദിവസം വീട്ടിൽ വന്നപ്പോഴേ ലക്ഷ്മി ചേച്ചിയെ കണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ് സുരഭിയുടെ റൂമിൽ ഒരു കളിത്തോക്കുണ്ടെന്ന് പറഞ്ഞു. കളിത്തോക്ക? കളിത്തോക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞ റൂമിൽ പോയി എങ്ങനെയും എടുത്ത് ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ റൂമിൽ പോയി തോക്കെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് അടിച്ച്. സുരഭി. അയ്യോ അണ്ണാ, മനുവണ്ണൻ കിടക്കണ എന്തോ അറിഞ്ഞൂടണ്ണ, ചത്തുപോയി കാണും. അല്ല ഇങ്ങനെ കിടക്കുന്നു. സുരഭി നിന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. മക്കളെ കട്ടൻ. കട്ടൻ ചായ അവൻ അങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ സി പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. പ്രോട്ടീനും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ കുറച്ച് വിഷം ഇവിടെ ഇരിപ്പുണ്ട്. കലക്കി അങ്ങ് തരട്ടെ. എന്ത് ഇത് വേണോ എനക്ക്? പൂച്ചി മുതുപേടേ.
ആ ക്ലാസ്. എന്തേടാ അതേ തൊഴില്.